നമുക്ക് ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുക. ഇനി നെക്ക് തയ്ക്കാനായി 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കവിടെ ഒരു സർക്കിൾ ഷേപ്പ് വരക്കാം. ഇനി ഈ ലൈനിലൂടെയാണ് നമ്മുടെ നെക്ക് തയ്ക്കേണ്ടത്. ഇനി എക്സ്ട്രാ ഉള്ള ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നെക്കിന് ചുറ്റും ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക. ക്ലോത്ത് നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിടാം. ലൈനിങ്ങിൽ ഇനി പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. അടുത്തതായി നെക്കിൻ്റെ നല്ല വശത്തേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസ് ലൈനിങ്ങുമായിട്ട് മുഴുവനായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഷോൾഡർ, ആം ഹോൾ, സൈഡ്, താഴെ അങ്ങനെ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ബാക്കിൽ എത്രയാണോ ഓപ്പണിങ് വേണ്ടത് അത്രയും മാർക്ക് ചെയ്ത് സെൻറ്ററിൽ കട്ട് ചെയ്യുക. 3 ഇഞ്ച് വരെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ കൊടുത്തത് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇനി തുണീൻ്റെ നല്ല വശത്തേക്ക് ഈ കട്ട് ചെയ്ത ആ പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഇനി നമുക്ക് എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് മാറ്റാം. സെൻറ്ററിൽ കൂടി ഒരു കട്ടും കൂടി കൊടുക്കുക. ഇനി നമുക്ക് ക്ലോത്ത് നല്ല വശത്തേക്ക് തിരിച്ചിടാം. ആ ഓപ്പണിങ്ങിൻ്റെ വക്കിന് നന്നായി കൂർപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനായി ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ബാക്കിലത്തെ ലൈനിങ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കവർ ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പ്ലീറ്റ് ഇടാനായി എടുത്ത ക്ലോത്തിൽ കരഭാഗം വരുന്ന സൈഡിൽ ഒറ്റ ഫോൾഡ് ചെയ്യുക. മറ്റേ ഭാഗം ബോഡി പാർട്ടുമായി ജോയിൻ ചെയ്യുമ്പോൾ ഓക്കെ ആവും. ഇനി ഈ രീതിയിൽ വേണമെങ്കിൽ പ്ലീറ്റ്സ് ഇടാം, അല്ലെങ്കിൽ നൂല് വലിച്ചുകൊണ്ട് നമുക്ക് ഗാദേഴ്സ് ഉണ്ടാക്കാം. ഗാദേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ലൂസായി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് ഒന്ന് മാത്രം എടുത്തിട്ട് ചെറുതായി വലിച്ച് കൊണ്ടുവരിക. പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഗാദേഴ്സ് വെക്കുന്നതിനായി ബോഡി പാർട്ടിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 1.25 മാർക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. 2 ഷോൾഡറിലും വേസ്റ്റിൻ്റെ ഭാഗത്തും സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് ഇരുവശത്തായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. ഇവിടെയാണ് നമ്മൾ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേപോലെ ഫ്രണ്ടിലും ചെയ്യുക. നമ്മളിപ്പോൾ ബാക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ലൈനിൽ നമ്മുടെ പ്ലീറ്റ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശം വരുന്ന വിധത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. പ്ലീറ്റ്സ് നേരെ വെച്ചിട്ട് അതിന് മുകളിലായിട്ടൊരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. അടുത്തതായി സ്കേർട്ട് പീസിൽ ഗാദേഴ്സ് ഉണ്ടാക്കാം. അതിനായി ലോങ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നൂല് വലിച്ചെടുക്കുക. അല്ലെങ്കിൽ പെറ്റിക്കോട്ടിൽ ചെയ്യുന്നത് പോലെ പ്ലീറ്റ്സ് ഇട്ടാലും മതിയാവും. ഈ പീസ് ബോഡി പാർട്ടുമായി ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ 2 സൈഡിലും പ്ലീറ്റ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ടിലും ബാക്കിലും കംപ്ലീറ്റ് ചെയ്ത് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവിൻ്റെ എൻഡ് ഭാഗം 2ആയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവ് ജോയിൻ ചെയ്യാനായി ഷോൾഡറിൻ്റെ സെൻറ്ററിൽ സ്ലീവിൻ്റെ സെൻറ്റർ വെക്കുക. അവിടെ നിന്ന് തുടങ്ങിയിട്ട് താഴെ വരെ ജോയിൻ ചെയ്തെടുക്കുക. നമ്മൾ സ്ലീവ് ഒരു സൈഡിൽ നിന്ന് ജോയിൻ ചെയ്തെടുത്ത് ഇനി അതേപോലെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്യുക. അതിനായിട്ട്
കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് രണ്ടായി മടക്കി ഈ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിലേക്ക് ലൈനിങ് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ലൈനിങ്ങിനായിട്ട് കട്ട് ചെയ്ത ക്ലോത്ത് പ്ലേറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ ചെയ്തെടുക്കുക. നമുക്കൊരു ബാൻഡ് സ്റ്റിച്ച് ചെയ്യാം. അതിനായി ബാൻഡ് നമുക്ക് എവിടെയാണോ വേണ്ടത് അത് ഫ്രണ്ട് പാർട്ടിൻ്റെ സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പുറത്തും അതേപോലെ ചെയ്തു വെക്കുക. നമുക്കിനി സൈഡ് ജോയിൻ ചെയ്തെടുക്കുക. അതിനായി എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് സ്ലീവിൽ നിന്ന് തുടങ്ങി ചെസ്റ്റ്, പിന്നെ വേസ്റ്റ് കഴിഞ്ഞ് ഒരു 2.5 ഇഞ്ച് വരെ ജോയിൻ ചെയ്തെടുക്കുക. ലോക്ക് ഇടുക. ഇനി ഫ്രണ്ടിലും ബാക്കിലുള്ള ലൈനിങ് മാറ്റി വെച്ച് നല്ല ക്ലോത്തിന് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നല്ല ക്ലോത്ത് ഉള്ളിലാക്കി ലൈനിങ്ങിന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ മറുവശത്തും ചെയ്തെടുക്കുക. അതിനുശേഷം താഴെ ബോട്ടം കൂടി മടക്കി അടിച്ചാൽ നമ്മുടെ ഫ്രോക്ക് റെഡിയായി.